എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യങ്ങൾ. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും, ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. യഹൂദ മത നേതാവായിരുന്ന ധർമ്മോപദേഷ്ടാവായിരുന്ന ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭക്തൻ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ വായിച്ച ഈ വേദഭാഗം. അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ ശക്തമായി വളരുന്ന ഒരു കാലഘട്ടം. അപ്പോസ്തലന്മാരാൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്ന് അനേക ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്നൊരു കാലം. എന്നാൽ സഭയ്ക്കെതിരെ, ദൈവപ്രവൃത്തിക്കെതിരെ മഹാപുരോഹിതന്മാരും മത നേതാക്കന്മാരും അവർ സംഘടിതമായി അവർക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ അപ്പോസ്തലന്മാരെ പിടിച്ച് തടങ്കിലാക്കുകയും പിന്നീട് അവരെ ഉപദ്രവിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരു കാലത്തും പ്രസംഗിക്കരുത്, ഉപദേശിക്കരുതെന്ന് താക്കീത് കൊടുക്കുകയും ചെയ്ത് അവരെ ഒടുക്കിക്കളയാൻ ഭാവിക്കുമ്പോൾ എല്ലാവരാലും ബഹുമാനമുള്ള ധർമ്മ ഉപദേഷ്ടാവായിരുന്ന ഗമാലിയേൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭക്തൻ അവരോട് പറയുന്ന കാര്യമാണ്, ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും, ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, മാനുഷിക തലത്തിൽ ഉയർന്നു വരുന്ന ഒരു ആലോചനയ്ക്കും ഒരു പ്രവൃത്തിക്കും എന്നെയോ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബങ്ങളെയോ ദൈവപ്രവൃത്തിയോ തകർത്ത് കളവാൻ സാധ്യമല്ല. എന്നാൽ മാനുഷിക തലത്തിൽ ആരെല്ലാം ദൈവസഭയ്ക്കെതിരെ കഴിഞ്ഞ നാളുകളിൽ ദൈവപ്രവൃത്തിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ ആലോചനകളൊക്കെയും വിഫലമായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു, ഈ ഗമാലിയേൽ എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ത്യൂദാസ് എന്ന ഒരു മഹാൻ എഴുന്നേറ്റ് അനേകരെ തന്നോട് ചേർക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ പ്രവൃത്തി നശിച്ചുപോയി. അതിനുശേഷം യൂദ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നോട് പക്ഷം ചേർത്ത് ഒരു സംഘടന സ്ഥാപിക്കുവാൻ ശ്രമിച്ചു, പക്ഷെ അതും നശിച്ചു പോയതായിട്ട് കാണുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മാനുഷിക തലത്തിലുള്ള ആലോചനകളും പ്രവൃത്തികളും എല്ലാം വിഫലമാകുമ്പോൾ, എല്ലാം നശിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടഞ്ഞു വെക്കുവാൻ, അത് തകർത്ത് കളവാൻ ആർക്കും സാധ്യമല്ല. ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ക്രിസ്തുവിനെ ഒടുക്കിക്കളയുവാൻ മാനുഷിക തലത്തിൽ ശ്രമമുണ്ടായെങ്കിലും മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും യേശു ജീവിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്ക്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിങ്ങളെ തകർച്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഒരിക്കലും നമ്മൾ തകർന്നു പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെക്കാം, യേശുവിനെ മുറുകെ പിടിക്കാം, യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കാം. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.